കൃഷി കുറച്ചല്ല ഒരുപാട് നശിച്ചിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്ത് പോയിട്ടുണ്ട് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ അവർക്ക് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ തുകയൊന്നും കിട്ടിയിട്ടില്ല. ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുക കുറേ കാലമായിട്ട്. ഇപ്പോൾ ഈ ഫെൻസിങ് പൂർത്തിയാക്കാനുള്ളത് പൂർത്തിയാക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇപ്പോഴും തെരുവുകളൊക്കെ ഈ കാടിൻ്റെ പ്രദേശത്ത് എവിടെയൊക്കെ തോടുകാട് പ്രദേശം, അതേപോലെ ഞാൻ സാറിന് 2-3 പ്രാവശ്യം വിളിച്ചതാണ് ഈ അടിക്കാട് വെട്ടല്. അത് ഇതുവരെ നമുക്ക് പല മേഖലയിലും നടന്നിട്ടില്ല. ഇപ്പം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഈ വന്യമൃഗങ്ങളൊക്കെ വരുന്ന ഒരു സംഭവം കൂടിയാണ്. അടിക്കാട് വെട്ടേണ്ട അതെങ്ങനെയാന്ന് വെച്ചാൽ പഞ്ചായത്തിന് വെട്ടാൻ പറ്റാത്ത മേഖല ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റാവുന്ന ഒരു മേഖലയുണ്ട്. അത് പഞ്ചായത്ത് വേണമെങ്കിൽ കാട് വെട്ടാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യിപ്പിക്കാം. പക്ഷെ അത് നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഇന്ന് മണ്ണാർക്കാട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കാട്ടാന ഇറങ്ങിയിട്ട് കുറെ അപകടങ്ങൾ ഉണ്ടാവുകയും കൃഷിനാശം സംഭവിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ കോട്ടപ്പാടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ വാർഡിലും അദ്ദേഹത്തിന്റെ പഞ്ചായത്തിലുമാണ് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അമ്പലപ്പാറ മുതൽ ഫെൻസിങ് നടത്താൻ ഇനിയും പെൻഡിങ് ഉണ്ട്. ഏകദേശം 20 കിലോമീറ്ററോളം ദൂരം ഇനിയും ഫെൻസിങ് നടത്താനുണ്ട്. അപ്പോൾ അവിടെ നാട്ടുകാർ പറയുന്നത് ഫെൻസിങ് നടത്തിയാൽ ഈ പറയുന്ന കാട്ടാനകൾ പുറത്തേക്ക് ഇറങ്ങുന്ന കാര്യത്തിൽ ഒരു പരിധി വരെ തടയാൻ കഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഫെൻസിങ്ങിന്റെ മെയിൻ്റെനൻസ് നിലവിലുള്ളത് തുടരാൻ കഴിഞ്ഞിട്ടില്ല. 20 കിലോമീറ്ററോളം നടത്താനുണ്ട്. അതുപോലെ തന്നെ അടിക്കാട് വെട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2 സൈഡിൽ ഒരു വഴി പോകുമ്പോൾ 2 സൈഡിലും ഫോറസ്റ്റ് ആണ്. ഈ 2 സൈഡിലും പഞ്ചായത്തിന് ബന്ധപ്പെട്ടവർക്കൊക്കെ കയറിയിട്ട് അടിക്കാട് വെട്ടാൻ കഴിയാറില്ല. അപ്പൊ അത് വെട്ടണമെങ്കിൽ ഫോറസ്റ്റുകാർ തന്നെ വെട്ടണം. അപ്പൊ ആ വിഷയം കൂടി അവതരിപ്പിക്കാനുണ്ടായിരുന്നു. 2 സൈഡും അടിക്കാട് വെട്ടി മൃഗങ്ങൾ വരുന്നത് തടയാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടു. അതുപോലെ തന്നെ കാടിന്റെ ഫോറസ്റ്റിന്റെ മേഖലയിൽ തന്നെ വരുന്ന പല സ്ഥലങ്ങളിലും ഇപ്പോഴും സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രവർത്തിക്കുന്നില്ല. പലതിലും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. അതുകൂടി ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓഫീസർ പറഞ്ഞ കാര്യം കുറച്ചൊക്കെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. സംസാരിച്ചപ്പോൾ പറഞ്ഞ ഉന്നതിയിൽ ലൈറ്റ് ഇടുന്ന കാര്യത്തിൽ അടിയന്തരമായിട്ട് തീരുമാനമെടുക്കാമെന്നും അത് നടപ്പിലാക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫോറസ്റ്റിന്റെ മേഖലയിൽ വരുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ ഉടനെ തന്നെ ക്ലിയർ ആക്കാമെന്നുള്ള നിലപാട് പറഞ്ഞു. അതുപോലെ തന്നെ അമ്പലപ്പാറ മുതൽ അങ്ങോട്ട് പോകുന്ന ഫെൻസിങ്ങിലേക്ക് 5 കിലോമീറ്ററോളം ദൂരം ഫെൻസിങ് നടത്താനുള്ള ഫണ്ട് പാസ്സായി. അതിന്റെ നടപടികൾ കഴിഞ്ഞതിന് ശേഷം 5 കിലോമീറ്റർ ചെയ്യും. ബാക്കിയുള്ള 15 കിലോമീറ്റർ ചെയ്യാൻ ഞങ്ങൾ ബന്ധപ്പെട്ട ഞങ്ങളുടെ മണ്ണാർക്കാട് MLA-യുമായിട്ട് സംസാരിക്കാമെന്നും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിയായിട്ട് യൂത്ത് കോൺഗ്രസ് തന്നെ സംസാരിച്ചിട്ട് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തെങ്കര പഞ്ചായത്തിൽ ഫെൻസിങ് ചെയ്യേണ്ട കാര്യങ്ങളിൽ അതിന് ഫണ്ട് പാസ്സായിട്ടുണ്ട്. ഉടനെ തന്നെ അതിന്റെ ടെൻഡർ നടപടി എടുത്തു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കുക എന്നുള്ള വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പ്രധാനപ്പെട്ട പറഞ്ഞൊരു കാര്യം, കൃഷി നാശം സംഭവിച്ച ആളുകൾക്ക് അടിയന്തരമായി ധനസഹായം കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അതിന്റെ കാര്യങ്ങൾ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അദാലത്ത് ഉടനെ തന്നെ വെക്കാമെന്നുള്ളത് ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ട്. അദാലത്ത് വെച്ച് നഷ്ടം സംഭവിച്ച ആളുകൾക്ക് അതിൽ തീരുമാനം ഉണ്ടാക്കി കൊടുക്കാമെന്നും അദ്ദേഹം ഏറ്റിട്ടുണ്ട്.